പുരുഷന്മാർ അവർക്ക് എന്ത് കേട്ടാലും ചെയ്തു കൊടുക്കുക വേണം. അത് നമ്മുടെ കടമയാകണം, കർത്തവ്യമാകുമെന്ന് രാമസ്വാമി ചൊന്നത്. രാമസ്വാമി ചൊന്നപ്പോൾ എന്നാ അപ്പോ ഇതുവരെയൊക്കെ ജാനകിയാണവൾ ഗംഗയുടെ ഒന്നും കേട്ടതില്ലേ. അതെ, അപ്പോ അന്നത്തെ വിഷയങ്ങളെ ഏതാവത് പെൺകൾ നമ്മൾ സംസാരം കേൾക്കുമായിരുന്നാൽ വാങ്ങി കൊടുക്കത്തക്കതായ നമ്മുടെ കഴിവില്ലാട്ടാലും ആരെയും താഴെ ചൊല്ലി അവർക്ക് സമാധാനപ്പെടുത്ത വേണം. അല്ലാവിട്ടാലോ അപ്പോ എന്നെ പഞ്ചായത്തിക്കപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. ഉണ്ടാകണം, കൊല്ലം ചെയ്തത് ആരും ഉണ്ടാവും. അപ്പോ ഇവിടത്തെ എന്നെ നടന്നു പോകുന്നത്. അപ്പൊ രാമസ്വാമി ചെന്നത് പൊയ്മാനു വന്നാൽ ഞാൻ അതേ നിഗ്രഹം ചെയ്യുവേ. നെയ്മാനു വന്നാലേ സീതയ്ക്ക് കളിത്ത് വിളയാടത്തക്കതായ ഞാൻ കൊണ്ടുവരുവേ എന്ന് ചൊന്നത്. അതേ പ്രകാരമാക്കൊണ്ട് മാൻ പിടിക്കത്തക്കതായ പോകുകയും ചെയ്തു. മാൻ എന്നെ പിടിച്ച് പാക്കും കാലത്തിലേ അകണ്ടകണ്ടകണ്ടകണ്ട അത് ദൂരെ പോകുന്നത്. അതുവരെ പോകും. അപ്പോഴേ മാന് പിടികളയ്ക്കാൻ വേണം. മാന് പിടികളയ്ക്കാൻ വന്നപ്പോതേ പിന്നെ എന്ത് സംഗതികൾ ഉണ്ടായിരുന്നു അനുഭവം വല്ല മായ കൊടുക്കാമേ പോകുന്നത് പിന്നെ ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. നല്ല സംഗതിയാക്കും മാത്രമല്ല നല്ല സംസാരം. അപ്പോ അന്തമാരി അനുഭവത്തൊക്കെ രാമസ്വാമിക്ക് ഭയം എടുക്കുന്നത് സീതാദേവി അമ്മണ്ടത്തിൽ. അതായത് ഏതാ കേട്ട് മാനെ പിടിക്കാവിട്ടാൽ സീതാദേവി കോപിക്കുമോ? കോപിച്ചാലോ അത് പിന്നെ കുടുംബകലകമായിട്ട് മാറും. അപ്പൊ അപ്പടി ആകൂടാതെ ചൊല്ലി മാൻ പിടിക്കത്തക്ക തമ്പിയെടുത്തിൽ കൽപ്പനയെ കേട്ട് കൽപ്പനയും കൊടുത്ത് ഇനി പർണശാലിയെയും ജാനകി അമ്മനെയും പാത്തുകൊള്ളേ എന്ന് ചൊല്ലി അനുപ്പി മാൻ പിടിക്കത്തക്കതാണ്. മാൻ അകണ്ടകണ്ടകണ്ട് പിടിക്കപ്പോഴത് മാൻ പിടികളയ്ക്കാമെന്ന് വന്നു. സീതയെ പോലെ സീതയുടെ അറിവ് തമ്പി കേൾക്കക്കൂടാതെ അനുഗ്രഹത്തെയും കൊടുത്ത് സ്വാമിയാണവൾ അവിടെ നിൽക്കുമ്പോൾ ക്ഷീണം മാറ്റുന്ന ഇപ്പാലോ ജാനകി കേട്ടത് ശബ്ദം കേട്ടപ്പോ എന്നാച്ച് ശരി അമ്പി ലക്ഷ്മണ അത് ശീഘ്രം അന്വേഷണം ചെയ്തു പോകാൻ. അമ്മയിലേക്ക് ഏതോ ഒരു ആപത്ത് വന്നിരിക്കുന്നത്. ആപത്തെ വിപത്ത് വന്നു പോകുന്നതിനാല് അന്വേഷണം ചെയ്ത് പോകാൻ കൊണ്ടിരിക്കുമായിരുന്നാൽ ഞാൻ இந்த കാട്ടാടിയിലെ വിടുന്നുകൊണ്ട് മരണം പ്രാപിക്കേണ്ടി വന്നത് പോകോ. ശരി അപ്പടി തമ്പിയാണെന്നൊക്കെ തമ്പിക്ക് എന്നെ കൽപ്പന രാമൻ കൊടുത്തത് പർണശാലയെയും ജാനകി അമ്മനെയും പാതുകാത്തിരുക്ക വേണമെന്നുള്ള കൽപ്പന. അത് ധിക്കരിച്ചുകൊണ്ട് ഞാൻ പോനാലോ സ്വാമിയും കോപിക്കും. ഏതെന്റെ ഇവിടത്തിൽ ജാനകി അമ്മ അഗ്നിയിൽ വിടുന്നുകൊണ്ട് അഗ്നിപ്രവേശനം ചെയ്തുകൊണ്ട് മരണത്തെ പ്രാപിക്കുകയും ചെയ്യും. അതാകുന്നവേ അപ്പൊ എന്നെ ചെയ്യരുത് എന്ന് തെരിയാമൽ കൊണ്ട് മനോവിഷമത്തോടുകൂടി നിന്റെ കാലത്തിൽ അന്വേഷണം ചെയ്ത് പോകുന്നത് പോയി അപ്പടി അകണ്ട പോണത്. ഇപ്പൊ രാവണൻ എന്നെ ചെയ്തു പോണത് നല്ല കാര്യമാകും. ആര് ചെയ്തത്? രാമനെ അകറ്റാ പോകുന്നുണ്ട് ചൊല്ലത് തമ്പിയെ കൂടി അകറ്റുന്നത്. അതെ, ദുഷ്ടന്മാര് ദുഷ്ടന്മാര് അവരുടെ മരണകാലത്തിലെ അപ്പടി വിജയവിധമാകൊണ്ട് സജ്ജനങ്ങളൊക്കെ ഉപദ്രവത്തെ ചെയ്യപ്പെട്ട പേങ്ങളെ എല്ലാ പേങ്ങളെയും സഹായിച്ചതാൻ അവരും പോകും. അപ്പൊ മാരീജൻ ഇപ്പൊ എന്ത് ചെയ്തത്? നമ്മളെ രാമനെയും അകറ്റുന്നത് ലക്ഷ്മണനെയും. ശരി, അപ്പോ ശരി എന്ന് ചൊല്ലി അവിടത്തിൽ രാമസ്വാമിയാണവർ മാറി നിന്നത്. രാവണ സന്യാസി വേഷം എടുത്ത് ജാനകി അമ്മ സമീപത്തേക്ക് പോണത്. സമീപത്തേക്ക് പോന്ന പോലെ നല്ല സങ്കീർത്തനങ്ങളെ എല്ലാം പാടും. നല്ല സങ്കീർത്തനങ്ങളെല്ലാം പാടി ഞാനൊരു മുനിയാകി. അതിലെ പൊയ് ചൊല്ലും മുനിയല്ലേ? ഞാൻ പൊയ് ചൊല്ലപ്പെട്ടതാണ് മുനിവനല്ലേ? അത് വേറൊരു അർത്ഥവും കൂടി പൊയ്യും ചൊല്ലും ഞാൻ മുനിയുമല്ലേ? അപ്പൊ എല്ലാവരും പൊയ് ചൊല്ലും. അവരുടെ വേണ്ടതാന കാര്യത്തിൽ പൊയ് ചൊല്ലും. ആണാ ഞാൻ മുനിയാകിലും. മുനി എന്ത് വന്നാൽ രണ്ടർത്ഥം കിട്ടും. അപ്പൊ ഏത് ചെയ്യുന്നു വന്നാലും ശരി. അപ്പൊ അപ്പേർപ്പെട്ടതാന മുനിയാകിലും ഞാൻ ഇവിടത്തിൽ ലങ്കാരായത്തിൽ അനേകം വിധത്തിൽ എന്താണ് അന്ന് രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് സമുദ്ര ഒരു പെണ്ണെ കിടക്കുക വേണം. അത് അന്വേഷിച്ചുകൊണ്ട് വരപ്പെട്ട ഒരുവനാകും ഞാൻ. ലങ്കാമന്നൻ രാവണനാകുന്നു ചെന്നപോലെ ജാനകി അമ്മനൊക്കെ കോപം അധികരിച്ചു വന്ന് എന്നെ എടുക്കത്തക്കതാ കൊണ്ടുപോകുന്നത്. പോന പോലെ എന്നാ അല്ലേ? പോന പോലെ അഗ്നി പതിവ്രതാഗ്നി ജനിച്ചു വന്നു. പിറകടെ പോണത് പിറകടെ പോന പോലും അഗ്നി അവിടുത്തെ ജനിച്ചു കണ്ടത്.
അപ്പൊ ഇനി അപ്പടിയല്ലേ, ഇനി 1 യോജന ഭൂമിയോടുകൂടി കുത്തി അടർത്തി കൊണ്ടുപോകത്താൻ രക്ഷയെന്ന് ചൊല്ലി രാവണൻ തന്നോട് വാളായുധമാനതയും എടുത്തുകൊണ്ട് 1 യോജന ഭൂമിയോടുകൂടി കുത്തി അടർത്തി രഥത്തിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകത്തക്കതാക ഉദ്യമിക്കാൻ പ്രധാന കാലത്തിൽ സീതാദേവി അമ്മനും ഇതോ രാവണൻ കൊണ്ടുപോകേണ്ട അവസ്ഥയെ കണ്ടുകൊണ്ട് പിൻഭാഗം തിരിഞ്ഞിരുന്നു കൊള്ളുകയും അയ്യോ 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 ആരായി മനസ്സേ മഹാപാപിയായി രാവണനല്ലവാ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചൊല്ലിക്കൊണ്ട് രോദനം ചെയ്തു പോകാൻ പ്രധാന കാലത്തിൽ ജടായുദേവരെ കണ്ടുകൊള്ളുകയും ജടായുദേവർ എന്റെ ആയിരുന്നാൽ രാവണയുടെ സമീപത്തിലെ വന്നുകൊണ്ട് എടാ ദുഷ്ട, എടാ മഹാപാപി, എടാ രാവണ, കെട്ട രാവണ, എടാ നീ എന്റെ സർവേശ്വരിയായി ലോകമാതാവായി വിളങ്ങപ്പെട്ടതായി അമ്മയല്ലവാ നീ കൊണ്ടുപോകരുത്, ഒരു കാലത്തിലെ നീ ചെയ്യ മുടിയാത്ത കാര്യങ്ങളായാലും നീ ചെയ്തു പോകരുത് എന്നെല്ലാം ചൊല്ലിക്കൊണ്ട് രോദനം ചെയ്തു പോകാൻ പ്രധാന കാലത്തിൽ എടാ തന്തക്കടുവ് ശവന്തീന്, എടാ കേരള കേളകേള് മഹാമേര് പർവ്വതം ചിറക് മുളച്ചാൽ എവിടത്തിൽ പറന്നു വരുമോ അതേ പ്രകാരം കൊണ്ട് ഇതൊന്നും എവിടത്തിലെന്താ പറന്നു വന്നത് എന്റെ കേട്ടുകൊള്ളുകയും ஆனால் രാവണനും ജടായുദേവരുമാകൊണ്ട് യുദ്ധമാനതയും നടത്തി യുദ്ധമധ്യത്തിൽ രാവണൻ അദ്ദേഹമെല്ലാമൻ വരവും ചന്ദ്രക സമാന വാളായുധമാനതയും എടുത്തുകൊണ്ട് ഉയരോട്ടി പോർ ചെയ്യലാം എന്ന് ചൊല്ലിക്കൊള്ളുകയും ഉன்னுடைய ജീവനിൽ എവിടത്തിലായാലും എന്റെ ഇതോ കേട്ട കാലത്തിൽ ജടായുവാന പക്ഷിയാനവൻ ആ സത്യത്തെ ചൊല്ലിക്കൊള്ളുകയും എന്നുடைய ജീവനിലയാന മർമ്മസ്ഥാനമാണത് വലതു ചിറകിൽ 7ാം തൂവലിലായാലും എന്ന് ചൊല്ലിക്കൊള്ളുകയും എടാ രാവണ ഉன்னுடைய ജീവനില എവിടത്തിലായാലും എന്റെ കേട്ടദാന കാലത്തിൽ എന്നോട് ഇടതുകാൽ പെരുവിരില്ലാതെ ചൊല്ലിക്കൊള്ളുകയും ഇടതുകാൽ പെരുവിരില്ലാതെ ഇതോ വട്ടത്തക്കതാകൊണ്ട് ജനിക്കാവുന്നതാണ് കാലത്തിൽ ചന്ദ്രകാസമാണ് വാളായുധமான ദൈവം എടുത്തുകൊണ്ട് രാവണദാനമനം ഇതോ ജടായുദേവരാനവരുടെ அந்த വലത് ചിറകை ഇതോ വെട്ടത്തക്കതാകൊണ്ട് ഉദ്യമിച്ചുകൊള്ളുകയും വലത് ചിറകை വെട്ടിക്കൊണ്ട് രാവണൻ ഇതോ അതിശീഘ്രമാകൊണ്ട് ഇനി ഇവിടത്തിലെ ഇരുന്നുകൊണ്ട് സീതാദേവിയാനവിടെ ആകാശമാർഗமாக കൊണ്ടുപോവേണ്ടി ചൊല്ലി ആകാശമാർഗமாக കൊണ്ടുപോയി കാലത്തിൽ പഞ്ചമാനങ്ങളെ കണ്ടത് ആരെല്ലാം ഹനുമാൻ, ജാമ്പുവാൻ, ഹനുമാൻ, അങ്കദൻ, നളൻ. അവരെ കണ്ടപോലെ പാണ്ഡ്രങ്ങൾ ഇതോ പാർക്കോതെന്ന് ചൊല്ലി ഇവരെ വേറെ ആരും കണ്ടതില്ല. ആഭരണങ്ങളെല്ലാം അവിടുത്തെ പാണ്ഡ്രങ്ങൾ കാണത്തക്കതാക്കൊണ്ട് പോട്ടുകൊടുക്കുന്നതും അന്ന് പൊതിയെടുത്ത് പാണ്ഡ്രങ്ങൾ സൂക്ഷിച്ച് വെച്ചു കൊടുക്കുന്നതും ഇപ്പൊ രാവണൻ ലങ്കാലയത്തിലെത്തി സീതാദേവി അശോകവനത്തിനുള്ള സമീപത്തിലെ വെച്ച് ചെല്ലപ്പെട്ട വൃക്ഷം ഈ ചോട്ടിലെ വെച്ചുകൊണ്ട് ജാനകി അമ്മനെ അവിടത്തിൽ ഇരുത്തി എടി ഗോമുഖി നക്രമുഖി ചക്രമുഖി സമീപത്തിൽ വാരുമ്പോൾ എന്ന് ചൊല്ലി സമീപത്തിൽ വരവഴിച്ച് അവർകളെ എല്ലാം 1 മാസത്തേക്കുള്ളിൽ ജാനികാനങ്ങളെ നമുക്ക് ഇണക്കി തരണം എന്ന് ചൊല്ലി നക്രമുഖി എല്ലാം തന്നെ അവരെല്ലാമേ ചാടി ഓടി അവളെ ജാനകിയമ്മ സമീപത്തിലിരുന്ന് ഭീഷണിപ്പെടുത്തി പാർത്തകളായാലും അതൊന്നും സാധ്യമാകൊണ്ട് വന്നതില്ലേ സ്നേഹത്തോടെയാണ് എപ്പോഴാவது ഏതാவது വിധത്തിൽ നമുക്ക് ഇണക്കി തരണം എന്ന് ചൊല്ലി ആണല്ലേ വശീകരണ പ്രയോഗം സ്ത്രീകളെ വശീകരിച്ചിട്ടുള്ള സന്ദേഹമുണ്ട് தெரியாது சொல்ல முடியாது ചെറുപ്പകാലത്തില് ഒരുപാട് പേരുകളെല്ലാം ഇതേമാതിരി ആയുർവേദത്തിന്റെ ശാസ്ത്രപ്രകാരം ഒരുപാട് പ്രമാണങ്ങളെല്ലാം അതേ പ്രകാരം നിറയെ പേര് വശീകരിക്കും ഏത് വശീകരണ പ്രയോഗമാകും ഇവിടുത്തെ രാവണൻ ചൊന്നത് ആരുടത്തിലെ അക്രമുഖി വക്രമുഖി ചക്രമുഖി തുണ്ടമുഖി എല്ലാ പണ്ടിടത്തിലെ എപ്പോഴാത് അവള് വശീകരിച്ചു തരണം എന്തായാലും കൽപ്പന അപ്പൊ ശരി അപ്പടിന്റെ അവർക്ക് പോണത് ആണാലും അവർക്ക് സഹായമായി വിഭീഷണന്റെ പുത്രെ വിഭീഷണൻ മകളെ ത്രിജടയെ ഇത് സർവേശ്വരിയാകലും ലോകമാതാവായാലും ദുഷ്ടരാക്ഷസ സ്ത്രീകളുടെ സമീപത്തിൽ നിന്നെ അകറ്റിക്കൊണ്ട് നീ അമ്മൻ സമീപത്തിൽ ഇരിക്കേണ്ടി ചൊല്ലി അവിടുത്തെ ഇരിക്കുന്നത് ഇപ്പാൽ രാമസ്വാമിയാനവർ തമ്പിയാനവൻ തമേനെ കാണാമൻ അന്വേഷിച്ചുകൊണ്ട് പോകപ്പെട്ടതാണ് സന്ദർഭത്തിലാണ് നിന്നത് അല്ലയോ
നമുക്ക് ഇനി ആലയത്തിൽ പോകലാമ എപ്പടി ആലയത്തിൽ പോലെ തടസ്സങ്ങളെല്ലാം എന്നാ തടസ്സം തടസ്സങ്ങൾ എന്നാ ഇപ്പൊ പലവിധமான തടസ്സങ്ങളെല്ലാം ഉണ്ട് ആ വേലിയോ മതിലോ വേലിയോ മതിലോ വേദിയിട്ട് വന്നാലേ അതെല്ലാം വെട്ടി നീക്കി പോകണം മതിലാണാലും ചാടി കടന്ന് പോകണം സാഗരമാനാലും നീച്ചിലടിച്ചും പോയില്ല ഇപ്പോഴെല്ലാം ബോട്ടും എപ്പോഴും പോരാ ബോട്ടെല്ലാം അന്നേക്ക് ബോട്ടുണ്ട് തോണിയില് പോകലാം അത് എപ്പടിയാവാതെ നീന്തി കിടന്നെല്ലാം പോകലാം ഇത് അന്നമായ തടസ്സങ്ങളൊന്നും എന്നെ തടസ്സം അമ്മാളത്തെ നാടകത്തെ നമുക്ക് നമ്മുടെ കഞ്ഞിക്കോട് മാരിയമ്മയ്ക്ക് കമ്പനാടകവും നമുക്ക് ശാപ്പാട്ട് കൂട്ടാറ പകളി തരപ്പെട്ടവരിലെ ചൊല്ലി വാഴ്ത്തി പോഴ്ത്തി ആശീർവാദം കൊടുത്ത് വേണം പോകുന്നത് അത് നമ്മളുടെ പൂർവികരാൽ ചെയ്തു വരപ്പെട്ടതാണ് ഒരു നാമം തുടർന്ന് വരുന്നത് നാമം ആശീർവദിക്കത്തക്കതായ യോഗ്യന്മാരുടെ അല്ലേ എന്തായാലും എന്റെ പിൻവഴിയെ തുടർന്ന് കൊണ്ട് പോകപ്പെട്ട പേരുള്ളതാണ് എന്റെ ആരുടെ വകയായാലും രണ്ടുപേരുടെ വകയാകും ആരുടെ വകയായാലും കുപ്പുസ്വാമി നായിക്കാർ ഉറക്കെ വായിക്കും മുഴുവൻ വായിക്കും ഉറക്കെ വായിക്കും കുപ്പുസ്വാമി നായിക്കാർ ജന്മനക്ഷത്രം അർച്ചന ഗാർഡൻസ് കഞ്ചിക്കോട് അവരുടെ കുടുംബത്തിക്ക് ഐശ്വര്യത്തിക്ക് വേണ്ടി കൊടുത്തത് ഇതുകൊണ്ട് വന്ന് രേഷ്മ കെ നായർ തിരുവോണം നക്ഷത്രം രുക്മ ആയില്യ നക്ഷത്രം കണ്ണൻകുട്ടി ഉത്രാട നക്ഷത്രം ഗൃഹലക്ഷ്മി അത്തം നക്ഷത്രം ഗൗരി നന്ദ പൂയം നക്ഷത്രം അളിയത്ത് ഹൗസ് നായത്തറ കഞ്ചിക്കോട് കുടുംബൈശ്വര്യം രണ്ട് കുടുംബങ്ങൾ കൂടിയാകിലും ഇന്ത്യ ദിനം ഉണ്ടാകുന്നതാണ് കമ്പനാടകം മാരിയമ്മക്ക് വഴിപാടാകൊണ്ട് കൊടുത്തിരുന്നത് അപ്പൊ നാളെ അവൾ ആശീർവദിച്ച് പോകலாம் അവർ എന്ത് ചെയ്തു പോണത് നമുക്ക് വേണ്ട വകകളെല്ലാം കമ്മിറ്റി ഏൽപ്പിച്ചത് കമ്മിറ്റിക്കാരുള്ളോ നമുക്ക് കമ്പനാടകം നടത്തത്തക്കതാകൊണ്ടുണ്ടാകുന്ന നമ്മളെ അടുത്ത കുടുംബന്മാരെ വരുമ്പോൾ അടുത്ത് നമ്മൾക്ക് വേണ്ട സാപ്പാട്ടൊക്കെ ഉണ്ടാകുന്ന വകകളെയെല്ലാം സമീപത്തിലുണ്ടാകുന്ന കടയിൽ ഏർപ്പാട് ചെയ്തത് ഇതൊക്കെ മുന്നേ എല്ലാം ഗംഭീരമായി നടത്തി വരപ്പെട്ടതാണ് മന്ത്രാലയം വന്ന കട ഇപ്പോ അതെല്ലാം അവരെല്ലാം അത് പിന്തുടർന്ന് വരുകിன்றார்கள் വേറെ അവരുടെ ആലയത്തിൽ കടയിൽ നമ്മൾ പോണത് നമുക്ക് ഭക്ഷിക്കത്തക്കതാകൊണ്ട് ഏതെല്ലാം തേവയോ അതെല്ലാം നമുക്ക് കൊടുത്തത് ദോശ വേണ്ട പേർക്ക് ദോശ ചപ്പാത്തി വേണ്ട പേർക്ക് ചപ്പാത്തി പറയുന്ന ഇഡ്ഡലി വേണ്ട പേർക്ക് ചായ കടുകട്ടിയാന ചായ വെട്ടിനാലും മുറിയാത്ത ചായ അതെല്ലാം കൊടുക്കാനുണ്ടോ ചൂടുവെള്ളം ചുക്കുത്തണ്ണി കറിവെള്ളത്തിൽ നമുക്ക് കൊടുത്തത് സാപ്പാടെല്ലാം കോലാഹലം அப்படியே அரிசிகரமையோடு அம்மாளுக்கு നാടകത്തെയും നമുക്ക് ചാപ്പാട്ട് കൊണ്ടാണ് മകളെയും തരപ്പെട്ടതാണ് കുപ്പുസ്വാമി നായിക്കാർ അർച്ചന ഗാർഡൻസ് കഞ്ചിക്കോട് പിന്നെ രേഷ്മ കെ നായർ തിരുവോണം രുക്മ ആയില്യം കണ്ണൻകുട്ടി ഉത്രാടം ഗൃഹലക്ഷ്മി അത്തം ഗൗരിനന്ദ പൂയം അളിയത്ത് ഹൗസ് നായർത്തറ കഞ്ചിക്കോട് അപ്പൊ രണ്ടുപേരുടെ കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ട് നടത്തപ്പെട്ടതാണ് അവർക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം മേന്മയിലും വരത്തക്കതാകൊണ്ടും ഉദ്ദിഷ്ടമായ കാര്യങ്ങളെല്ലാം സാധ്യമാകൊണ്ട് വരത്തക്കതാകും സർവേശ്വരിയാണ് ആയിരം കണ്ണുടത്താണ് മാരിയമ്മയും സർവേശ്വരാണ് ശ്രീരാമസ്വാമിയും സമ്പ്രദായവും കടാക്ഷിച്ച് മേൽ ചൊല്ലപ്പെട്ടതാകിയേ അവരെല്ലാ പേരുകൾക്കും അന്ത കുപ്പസ്വാമി നായ്ക്കർ മാത്രമല്ല അർച്ചന ഗാർഡൻസ് കഞ്ചിക്കോട്ടിലുണ്ടായ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകത്തക്കതാക്കൊണ്ടും രേഷ്മ കെ നായരും മാത്രമല്ല രുക്മയും കൃഷ്ണൻകുട്ടിയും കണ്ണൻകുട്ടിയും ഗൃഹലക്ഷ്മിയും ഗൗരി നന്ദയും അളിയത്തെ ഹൗസിലുണ്ടായ നായത്തറയുടെ കഞ്ചിക്കോട്ടിലുണ്ടാണ് സകലമായ ഒരു ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി വരത്തക്കതാക്കൊണ്ട് സർവേശ്വരിയാണ് ആയിരം കണ്ടുള്ള മാരിയമ്മയും രാമസ്വാമിയും സമ്പ്രദായവും കടാക്ഷിച്ച് എല്ലാ പേരും ദീർഘായുസോട് സുഖമായി ഇരിക്കട്ടും ആവളം സഭയെ വടി ഇവിടെ വീശുകയെല്ലാം എടുത്ത് ആരണത്തിൽ മറന്നുപോയി ശരണം 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 സഞ്ജയനേ ശരണം ശിവസുരാ ശരണം ശരണേ മുരുകനേ ശരണം
உள்ளத்தில் வைப்பன் யான் உனதே கல்வியும் சகல நன்மகளும் தருவாய் കരുത്തിലും രാമാവൻപേൻ കിനാവിലും രാമാവൻപേൻ ദിനത്തിലും രാമായൻ പേർ ദിനം மனத்துளை பீடை நாடி பல்வினை